ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഫിഷ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അതിനായിട്ട് എടുത്തിരിക്കുന്നത് നങ്കാണ് കേട്ടോ, മാന്തൽ. എൻ്റെ അടുത്ത് ഒരു ശരത്ത് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരിക്കൽ പറഞ്ഞു ഇതിൻ്റെ ഒരു കട്ടിങ് വീഡിയോ ഇടണമായിരുന്നു. കുറച്ച് നാളായി പറഞ്ഞിട്ട്, പക്ഷേ മീൻ ഇതുവരെ കിട്ടിയില്ല. ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ. അത്ര വലുതല്ല, ചെറിയ മീനാണ്, അത്ര വലിപ്പമുള്ളതൊന്നുമല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. സാധാരണ നമ്മൾ മീൻ തൊലി ഇരിക്കത്തില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ തലയുടെ ഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് തൊലി ഒന്ന് ഇളക്കണം. പെട്ടെന്ന് ഇളകി വരും കേട്ടോ, വലിയ പാടൊന്നുമില്ല. ഇളക്കിയെടുക്കുക. ഒരു സൈഡിൽ നമ്മൾ ഇളക്കിയെടുത്തു. അതുപോലെ തന്നെ അടുത്ത സൈഡിലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പിച്ചാത്തി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് വാലും കട്ട് ചെയ്തെടുത്താൽ. അത് ഒരുപാട് അഴുക്കൊന്നുമുള്ള മീനല്ല കേട്ടോ, അത് ടേസ്റ്റുമാണ് കേട്ടോ. അത്രയും തന്നെ നമുക്കിത് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അഴുക്കൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. അടുത്തത് എടുക്കുന്നു. അതുപോലെ തന്നെ തലഭാഗം ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഞാനിത് ഇന്നലെ വാങ്ങിയ മീനായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് ഇപ്പോൾ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉരിഞ്ഞെടുക്കാൻ പറ്റും. ഇന്നലെ വാങ്ങിയത് ഇന്നലെ കുറച്ച് എടുത്തായിരുന്നു, നല്ല ബാലൻസാണ്. ഇന്നലെ ഞാനിത് തേങ്ങ അരച്ചിട്ട് മാങ്ങയൊക്കെ ഇട്ട് കറി വെച്ചു കേട്ടോ, കൊള്ളായിരുന്നത്. ഇന്നെന്തായാലും ഇത് വറുക്കാൻ പോകണം. ഈ മീനൊക്കെ തോലിരിക്കുന്നതിൻ്റെ പാടുകൊണ്ട് ആരും അങ്ങനെ വാങ്ങിക്കാറില്ല. പക്ഷേ ഒരുപാട് അഴുക്കുമില്ല, ടേസ്റ്റുമുള്ള മീനാണിത്. ഉള്ളൂ. ബാക്കിയുള്ള മീൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഐസ് നല്ലതുപോലെ പോയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് ഉരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ഐസ് ഉണ്ട് ഇതിൻ്റെ പുറത്ത്. ഐസ് ഉള്ളതുകൊണ്ട് തൊലി പെട്ടെന്ന് ഇരിഞ്ഞു വരും. ബാക്കി മീനും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മീനെല്ലാം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തേച്ച് കഴുകിയെടുത്തിട്ട് അരപ്പ് പുരട്ടി വെക്കാം. പൊരിക്കുകയാണ് കേട്ടോ, ഇതെല്ലാം വറുത്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് കഴുകിയിട്ട് വരാം. മീൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ അരപ്പ് വരട്ടെ. അപ്പോൾ അതിന് ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇനി കുറച്ച് വിനാഗിരി ഒഴിച്ച് വെക്കുക. 1 ടീസ്പൂൺ വിനാഗിരി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം.
ഈ മീൻ ഇതിലേക്ക് ഇടാം. ചെറുതാക്കുന്നതൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ഇട്ട് വറുക്കാൻ പോകും. ഇത്ര വലുതല്ലല്ലോ, ചെറുതല്ലേ അതുകൊണ്ട്. ഇതിങ്ങനെ പുരട്ടി ഒരു 10-15 മിനിറ്റ് വെച്ചിരിക്കും. അരപ്പെല്ലാം നല്ലതുപോലെ പിടിക്കും ഇതിനകത്ത്. അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഇരിക്കട്ടെ, അതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഈ വറുക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്തൊരു ഫ്രൈ ആണ്. കാരണം ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. സാധാരണ നമ്മൾ പൊരിക്കുന്നത് പോലെയാണ് വെച്ചെടുക്കുന്നത്. ഇങ്ങോട്ട് വരട്ടെ. മീനത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിത് മാറ്റിയിട്ട് അടുത്ത് ഇതുപോലെ വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ മാന്തൽ ഫ്രൈ അല്ലെ, നങ്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കാം, മുളക് അരച്ച് കറി വെക്കാം, എങ്ങനെ വേണമെങ്കിലും കറി വെക്കാം കേട്ടോ. പക്ഷെ ഞാനിന്ന് ഇവിടെ പൊരിച്ചെന്നേ ഉള്ളൂ, വറുത്തെടുത്തന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.